നിമിഷ ഗുഡ് മോർണിംഗ്. മോർണിംഗ്. നീ എന്നെ വിദൂരതയിലേക്ക് നോക്കി നിൽക്കുന്നേ? ഇല്ല അമ്മയില്ല, ഇപ്പൊ എഴുന്നേറ്റ് വന്നേ ഉള്ളൂ. ആണോ? എന്റെ വന്നേ ഉള്ളൂ. അതിന്റെ ഒരു ഫ്രഷ്നസ് നിന്റെ മുഖത്ത് കാണാനുണ്ട് അല്ലെ? പച്ചയായ മുഖം അല്ലേ നിമിഷ? ഞങ്ങൾ ഇന്ന് ഒരു ഡേ ഇൻ മൈ ലൈഫ് ആണ് കേട്ടോ എടുക്കാൻ പോകുന്നത് അല്ലേ നിമിഷ? റെഡി പോലെ ആയിട്ടാ. നിമിഷൊക്കെ ബെഡിൽ നിന്ന് എനിക്കത് അതേ കോലമാണ്. മെറുകൂട്ടൻ നീടി ഹലോ. രാവിലെ തന്നെ ഇതിന്റെ അകത്താണോ? ഇത് ചുമ്മാ ഞങ്ങള് അവള് വഴക്കൂടായിരിക്കാൻ വേണ്ടിട്ട് ഞങ്ങള് അല്ലേ ചോദിച്ചാ? അല്ല അങ്ങനെ അവളെ ഇന്ന് അങ്ങനെ എടുക്കുന്നത് ഞാൻ ആലോചിക്കുന്നു. അങ്ങനെ എടുക്കുന്നല്ല. മുറുകുട്ടാക്കി വന്ന് നമുക്ക് പുറത്ത് പോകാം. മെറാനെ ഇപ്പൊ നമുക്ക് ചൈൽഡ് കെയറിൽ വിടണം കേട്ടോ. പക്ഷെ അതിന് മുന്നേ ഒന്ന് വലിയൊരു പരിപാടി ഉണ്ട്. എന്റെ വണ്ടി ഒന്ന് സർവീസിന് കൊടുക്കാറായി അല്ലേ? വണ്ടി ഞാൻ സർവീസിന് കൊടുക്കാൻ പോകാം കേട്ടോ. നമ്മുടെ വണ്ടിയുടെ ഫസ്റ്റ് സർവീസ് ആണല്ലേ? കിട്ടിട്ട് ഇത്ര നാളായല്ലോ. അപ്പോഴത്തേക്കും തിരിച്ചു കൊണ്ടുവിടുവോ? തിരിച്ച് അവര് നമുക്ക് വണ്ടി തരുമെന്നാണ് പറഞ്ഞേക്കുന്നത്. തിരിച്ച് നമുക്ക് അവിടുന്ന് അവര് വണ്ടി അറേഞ്ച് ചെയ്തിട്ടുണ്ട് കേട്ടോ. അതായത് നമുക്കിന്ന് അതിന് പകരമായിട്ടുള്ള ഒരു ദിവസം വണ്ടി അവർ ഉപയോഗിക്കാൻ തരും. വേറെ വണ്ടി ഞാനപ്പം വണ്ടി കൊണ്ടേ കൊടുത്തിട്ട് മറ്റേ വണ്ടി എടുത്തോണ്ട് വരാം. അപ്പത്തേക്ക് നീ മിറ റെഡി ആയിട്ട് കേട്ടോ. ഇന്ന് മിറയുടെ സ്കൂളിൽ ഹോളി സെലിബ്രേഷൻ ആണ് കേട്ടോ. അതെ അല്ലേ? ഇന്നാണോ ഹോളി? അല്ലല്ലോ, ഇന്നല്ല, ഹോളി കഴിഞ്ഞതായിരിക്കും. അറിയത്തില്ല കേട്ടോ. പക്ഷെ അവരുടെ ഇന്നലെ അതിനകത്ത് നോട്ടീസ് ഉണ്ടായിരുന്നു. പിള്ളേരെ എല്ലാവരും വൈറ്റ് ഡ്രസ്സ് ഇരിപ്പിച്ച് വിടണം, വൈറ്റ് ഷർട്ടോ വൈറ്റ് ടോപ്പോ ഇരിപ്പിച്ച് വിടണം. അവരുടെ മേത്ത് കളറൊക്കെ തേക്കുമായിരിക്കും. പിള്ളേർക്ക് മറ്റേ അർമ്മതിക്കാനുള്ള ദിവസം തോന്നുന്നല്ലേ? പുറത്തെ ചാടിപ്പോയി മിറേനെ ഞങ്ങൾ പിടിച്ചോണ്ട് വരാൻ പോവുകയാണ്. കണ്ടോ നമ്മുടെ പക്ഷികളൊക്കെ രാവിലെ വന്ന് നിൽക്കുന്നുണ്ടോ? നല്ലൊരു ഇതാണ്, ക്ലൈമറ്റ് ആണല്ലോ വിശാ അല്ലേ? ബസ്സുകൾ പോകുന്നു. ഇന്ന് മഴയൊന്നും തോന്നില്ല. ഇന്നലെ ഫുള്ള് മഴയായിരുന്നു. നമ്മുടെ പച്ചപ്പയർ പതുക്കെ ഉണ്ടാവുന്നുണ്ട്. എല്ലാം കാട് പിടിച്ചത്. നമ്മൾ അവിടെ ഒക്കെ വെട്ടാറായല്ലോ നിമിഷ. ഇന്ന് കുറച്ച് ഗാർഡൻ പണികളൊക്കെ പറ്റുവാണെങ്കിൽ ചെയ്യണം. പറ്റുവാണെങ്കിൽ ഇച്ചിരി ഗാർഡൻ പരിപാടികളൊക്കെ ചെയ്യണം. നമുക്ക് പയറുണ്ടായെന്ന് നോക്കാം. വന്നേ. അങ്ങനെ ഞാൻ വണ്ടിയായിട്ട് ഇറങ്ങി കേട്ടോ. എത്രയും പെട്ടെന്ന് വണ്ടി കൊടുത്തിട്ട് അവര് വേറെ വണ്ടി തരുമെന്ന് അവർ പറഞ്ഞത്. അപ്പം അത് മേടിച്ചോണ്ട് നമുക്ക് തിരിച്ചു വരാവേ. ഇതൊരു മഴ ക്ലൈമറ്റ് ആണെന്ന് തോന്നുന്നു കേട്ടോ. നല്ലൊരു ദിവസമായാൽ മതിയായിരുന്നു. രാവിലത്തെ ബിസിനസ് ഹൗസ് തിരക്കാണ് കേട്ടോ. അപ്പോൾ ഇവിടെ ഒന്നും സാധാരണ ഒരു വണ്ടി പോലും ഇല്ലാത്ത, പക്ഷെ ഈ സമയത്ത് ഇതുപോലെ ഇച്ചിരി തിരക്കായിരിക്കേ. നമ്മുടെ ഇവിടെ ഓസ്ട്രേലിയയിൽ ഈ ആടുകളെയൊക്കെ കൊണ്ടുപോകാനായിട്ട് ഉപയോഗിക്കുന്ന ഒരു ട്രക്കാണ്. എന്നെ നീളം നോക്കി, ട്രെയിൻ പോലെ ഇല്ലേ? അതിനകത്ത് നിറച്ചും ഈ ചെമ്മരിയാടുകളെ വെച്ചോണ്ട് അവർ പോകും കേട്ടോ. പെട്രോളിനൊക്കെ വില കൂടിയല്ലോ, യുദ്ധം കാരണമെന്ന് തോന്നുന്നു കേട്ടോ. ഡബ്ബയിൽ സാധാരണ വില കുറവാണ്. അപ്പം അവരെനിക്ക് ലോൺ കാർ തരാനായിട്ട് ഉള്ള പേപ്പർ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. വേറെ വണ്ടി അവർ തരും, അതുകൊണ്ട് നേരെ പോയാൽ മതി കേട്ടോ. അവരെനിക്ക് വേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കുമായിരുന്നു. വന്നപ്പോൾ ഞാൻ ഞെട്ടിപ്പോയി. നമ്മൾ ഈ ഹോട്ടലിലൊക്കെ റിസപ്ഷൻ നിൽക്കുന്ന പോലെ 3-4 പേര് ഇങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കുമായിരുന്നു നമ്മുടെ വണ്ടിക്ക് വേണ്ടിയിട്ട്. നമ്മളാണെങ്കിൽ 15 മിനിറ്റ് ലേറ്റ് പോയി. കുഴപ്പമില്ല. അതേതായാലും കലക്കി കേട്ടോ. ലെക്സസ് സർവീസിന് കൊടുത്തപ്പം അവർ ലോണായിട്ട് തന്ന കാറ് ലെക്സസ് തന്നെ, അത് കലക്കി കേട്ടോ. നമ്മുടെ വണ്ടി അവിടെ കിടക്കുന്ന കേട്ടോ. കീ അവിടെ കൊടുത്തിട്ട് വന്നതുകൊണ്ട് എനിക്ക് കീ ഇല്ല കേട്ടോ. ഓണടിച്ച് നിമിഷനെ വിളിക്കാം. കൊച്ചിനെ റെഡി ആയിക്കൊണ്ടിരിക്കുമായിരിക്കും മിക്കവാറും. ഇതിൻ്റെ ലുക്ക് കണ്ടോ നിങ്ങൾ? ലുക്ക് അടിപൊളിയാണ്. ഓടിക്കുമ്പോൾ ഒരു ഭയങ്കര എക്സ്പീരിയൻസ് ആണ് കേട്ടോ. കൊള്ളാം. RX എന്നാണ് അതിന് ഇവർ. RX 350. ബാക്കി എന്നൊക്കെ നോക്കുമ്പോൾ ഒരു പോർഷൻ്റെ ലുക്ക് ഇല്ലേ? തുറക്കുന്നുണ്ട് കേട്ടോ. ഇതിന്റെ ഡോർ തുറക്കാൻ ഇത്ര താമസം? അതെയോ? ലോൺ വണ്ടി കണ്ടോ? നമ്മുടെ ലോൺ വണ്ടി നോക്ക്. പൊളിച്ചില്ലേ? ഇത് മറ്റേ SUV അല്ലേ? SUV RX അടി. കിണ്ണ വണ്ടി ഒരു രക്ഷയിലാട്ടോ. ഹലോ, ഇതാരാ? റെഡി ആയ സ്കൂളിൽ പോവാൻ? എന്നെ പറ്റി? സുന്ദരിയാണല്ലോ. ഇന്ന് കളറ് പറ്റിക്കാനുള്ള ഈ ഉടുപ്പയിൽ മൊത്തം ജർമ്മന്റെ മൊട്ടത്തലയിലെല്ലാം കളർ വരണം കേട്ടോ. മിറയുടെ ടീച്ചറാണ് ജർമ്മൻ. ഇച്ചിരി മുടി കുറവാ, അതുകൊണ്ട് മിറക്കുട്ടനെ എപ്പോഴും കളിയാക്കുന്ന എങ്ങനെയാ മിറ? ജർമ്മന്റെ തൊട്ടോ ഒരു ടീച്ചറും ഉണ്ട്. ഭയങ്കര കൂട്ടാട്ടോ രണ്ടുപേരും. ഇതുണ്ടോ മിറയുടെ പുതിയ കീച്ചൻ? ഇത് കൊള്ളാലും മിറ. ഇതന്നെ യൂണിക്കോൺ ആണോ? നിമിഷം റെഡിയായോ? മിറനെ ഞങ്ങൾ ഇതിൽ തന്നെ കൊണ്ടുവിടാൻ പോവാണ് കേട്ടോ. കാർ സീറ്റൊക്കെ ഞങ്ങൾ റെഡിയാക്കി വെച്ചിട്ടുണ്ട്.
മിറബാ കയറിയിരിക്കാം. എന്നാ മിറ? ഓ വൈറ്റ് ഡ്രസ് ആയതുകൊണ്ട് വൈറ്റ് ചെരുപ്പാണ്, അങ്ങനെയാണോ? ജർമ്മ വെയിറ്റ് ചെയ്യുക നിന്നെ കാണാനായിട്ട്. വേഗം ചെരുപ്പിട്. യെസ്. ഉടുപ്പിലെന്നാ മൊത്തം ബാർബിയാണോ? പാവാടയിൽ ആരാ ഉള്ളേ? ഈ വണ്ടിയാണ് ആ വണ്ടിയാണ് ഇഷ്ടം? യു ലൈക്ക് ലെക്സസ് ഓർ ദിസ് വൺ? ഇതാ ഇഷ്ടം. ചെറിയ വണ്ടി ആയോണ്ടായി. അങ്ങനെ പുത്തൻ വണ്ടി കേട്ടോ. ഇതെനിക്ക് ഇതൊന്നും പൊളിച്ചിട്ട് പോലും ഇല്ല അവര്. പുതിയ വണ്ടി കേട്ടോ. ഞങ്ങൾ ഇതിന്റെ റിവേഴ്സ് ഗിയർ ഒക്കെ പഠിക്കാൻ കുറച്ച് പാടാണ്. നമ്മുടെ മറ്റേ കാർ പോലെ അല്ല കേട്ടോ. നേരെ അറിയിക്കും. നിമിഷ എങ്ങനെയുണ്ട് ഓടിക്കാൻ? എങ്ങനെയുണ്ട്? സൂപ്പർ അല്ലേ? നിമിഷയുടെ വണ്ടി മാറ്റണം എന്നിങ്ങനെ ഞങ്ങൾ പ്ലാൻ ചെയ്തോണ്ടിരിക്കുകയാണ് കേട്ടോ. അന്നേരമാണ് ഇപ്പൊ ഇവനെ ഓടിച്ചു നോക്കുന്നത്. എന്താ മോളെ? ഇവിസ് കാറാണോ? ഏത് കാർ ഉണ്ടാലും ഇവിയുടെ കാറാണ്. ഇവളുടെ കൂട്ടുകാരി കേട്ടോ. തുറക്കാറിയത്തില്ല. ഞാൻ ഇതുപോലെ എന്റെ പെട്ടുപോയതാ. അവിടെ ഞെക്കിയാ മതി. അങ്ങനെയല്ല നീ ചുമ്മാ ഞെക്കിയാ മതി. ഞെക്കിട്ട് പുഷ് ചെയ്താ മതി. പുഷ് ചെയ്യും. അങ്ങനല്ലേ? കേട്ടോ എന്നാ പോയിട്ട് വാട്ടോ. ടാറ്റാ ബൈ മേർ മോളെ. ഞാൻ എൻ്റെ ബാക്കിലെ സ്പേസ് ഒക്കെ നോക്കാം കേട്ടോ. നല്ല സ്പേസ് ഉണ്ട് കേട്ടോ. കൊള്ളാം. പോയോടി? ഹാപ്പി ആയിരുന്നോ? ഭയങ്കര ഹാപ്പി. ജർമ്മനി പോയി കെട്ടി പിടിച്ച് അവിടെ നിൽപ്പുണ്ട്. അതെയോ? ഭയങ്കര സന്തോഷം. അപ്പൊ ആവശ്യം പറഞ്ഞു ഒന്ന് ഹോളി സെലിബ്രേഷൻ ആണെന്നൊക്കെ പറഞ്ഞു. എല്ലാരും വൈറ്റ് ഒക്കെ ഇട്ടുണ്ടാവും കേട്ടോ. അതല്ലേ? ഇവിടെ മിക്ക പിള്ളേരും വൈറ്റ് ആയിട്ടേക്കണേ. കൊള്ളാം. അങ്ങനെ നമ്മൾ ഓടിച്ച് വീട്ടിലെത്തി കേട്ടോ. സംഭവം കൊള്ളാറുന്നല്ലേ? ഇന്നെ പരിപാടി. ഇനി നമുക്ക് ജിമ്മിൽ പോണ്ടേ? ജിമ്മിൽ പോണം. ഇന്നലെ ആണെങ്കിൽ ഇവളാണെങ്കിൽ എന്റെ ഫ്രണ്ടിൽ ഒരു ശർക്കര വരട്ടി പൊട്ടിച്ചു കൊണ്ടേ വെച്ച് പാക്കറ്റ്. ഞാനാണെങ്കിൽ അത് മൊത്തം ഇരുന്ന് കഴിച്ചു കേട്ടോ. എടി നിന്നോട് നീ മനഃപൂർവ്വം കൊണ്ട് ഞാൻ നിന്നോട് 2-3 ദിവസം മുന്നേ എടി മാറ്റി വെക്ക്. അവൾ എന്റെ ഫ്രണ്ട് കൊണ്ട് ഞാൻ എന്റെ ഒരു 1/2 പാക്കറ്റ് ഫുള്ള് കഴിച്ചെന്ന് എനിക്ക് തോന്നുന്നു. 1/2 പാക്കറ്റ് അല്ല, അറിഞ്ഞോ? ഞാനത് കൊറേ കഴിച്ചു. അങ്ങനെ ഞങ്ങള് പയ്യെ ജിമ്മിലൊന്ന് പോകാൻ പോകട്ടോ അല്ലേ? ഇന്നലത്തെ ശർക്കര വരട്ടിയത് ബേൺ ചെയ്ത് കളയണം. പെട്ടെന്ന് 1 മണിക്കൂറത്തെ വർക്കൗട്ട് അല്ലേ? അതെ. അത് കഴിഞ്ഞിട്ട് നമുക്ക് ചെറിയ ഷോപ്പിംഗ് ഉണ്ട് കേട്ടോ. വഴിയെ കാണിച്ചു തരാം. ഇന്ന് കുറച്ച് സാധനങ്ങൾ മേടിക്കുന്നുണ്ട്. ഇവിടെ എല്ലാം കഴിഞ്ഞു കേട്ടോ. അതൊക്കെ നമ്മള് കുറച്ച് ഷോപ്പിങ്ങിന് വേണ്ടിയിട്ട് പോവാണ് കേട്ടോ. ഇന്നത്തെ അപാരമായിരുന്നു. സൂപ്പറായിരുന്നു. ഇച്ചാനോടൊന്നും പിടിച്ചിരിക്കാൻ പറ്റില്ല കേട്ടോ. പിന്നെ ഒരു വിധത്തിലാക്കി എന്നെ കൂടെ പെട്രോളൊക്കെ ചെയ്തു കേട്ടോ. എന്നാലും നല്ല സുഖമാണ്, അടിപൊളിയാണ്. അപ്പോൾ അതൊക്കെ കുഞ്ഞൊരു ഷോപ്പിങ്ങിന് പോവാണ് കേട്ടോ. പക്ഷേ നമുക്ക് റിബലിൽ കയറി എനിക്ക് കുറച്ച് ഡ്രസ്സ് മേടിക്കാം കേട്ടോ. എന്ന് വെച്ചാൽ ജിം ഡ്രസ്സ് കുറച്ച് മേടിക്കാനുണ്ട് കേട്ടോ. അത് മേടിക്കാൻ ചെലവാട്ടാ. ഞാൻ അത് വേണം ഇത് വേണം ജിമ്മിലിടാനല്ലേ? നല്ല കളറല്ലേ? എല്ലാം മേടിച്ചില്ല വിശാ? എനിക്ക് 2 ഉടുപ്പ് മേടിച്ചിട്ടോ. 2 ഡ്രസ് മേടിച്ചു ജിമ്മിലിടാനായിട്ട്. കുറച്ച് സാധനങ്ങളുണ്ട്. കുറച്ച് മീറ്റും മേടിക്കണം അല്ലേ വിശാ? പ്ലം ഉണ്ടോന്ന് നിമിഷ അങ്ങനെ പ്ലം കണ്ട് സാധനത്തിലേക്ക് ഞാൻ എത്തിച്ചേർന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടം. ഇന്നിപ്പോ ഒത്തിരി ഉണ്ട്. നമ്മളിപ്പോ രാവിലെ വന്നോണ്ട് അധികം ഒന്നും സോൾഡ് ഔട്ട് ആയിട്ട് പോയിട്ടില്ല കേട്ടോ. ഫ്രഷ് സാധനം അല്ലേ? നമ്മുടെ ചിക്കൻ്റെ ഹാർട്ടില്ലേ, അതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ചിക്കൻ്റെ ഹാർട്ട് കഴിച്ച് ഞങ്ങള് ഇതുണ്ടാക്കി കഴിച്ചു. ഭയങ്കര ടേസ്റ്റ് ആണ് കേട്ടോ. ഒന്നോടെ നമ്മൾ ക്യാൻബറ പോയപ്പോൾ ഉണ്ടാക്കി കഴിച്ചു. സൂപ്പർ. നല്ല കുരുമുളക് ഇടിച്ചാൽ നല്ല വരട്ടി ഉണ്ടാക്കി, അടിപൊളിയാണ്. അതുകൊണ്ട് ഒന്നോടെ പിടിക്കാല്ലേ. ജിമ്മിൽ നിന്ന് ഇറങ്ങിയിട്ട് ചോക്ലേറ്റ് കഴിക്കണോ? നമ്മുടെ ആ കൊച്ചിന്, നമ്മുടെ ഏഞ്ചലോ കൊച്ചിന് കൊടുക്കാൻ, ബർത്ത്ഡേക്കാരന് കൊടുക്കാൻ. ഏഞ്ചലോ ഓൾറെഡി നമ്മൾ കുറെ മേടിച്ചിട്ടുണ്ട്. പക്ഷെ എന്നാലും
നമ്മൾ നമ്മുടെ ബർത്ത്ഡേക്കാരൻ ഒരു ഗിഫ്റ്റ് കൂടെ മേടിച്ചു കേട്ടോ. ഓൾറെഡി നമ്മൾ കുറച്ച് ഗിഫ്റ്റ് മേടിച്ചിട്ടുണ്ട്. അതിനോട് അവർക്ക് പിന്നെ ഒരു പുതിയൊരു കൊച്ചും കൂടെ ഉണ്ടായി കേട്ടോ, ബ്രാൻഡ് ന്യൂ കൊച്ചിനുള്ള ഉടുപ്പൊക്കെ നമ്മൾ ഓൾറെഡി മേടിച്ച് വെച്ചിട്ടുണ്ടല്ലേ. കൊള്ളാം. ഇതുപോലെ നമ്മുടെ വിയറ്റ്നാമീസ് കടയിലും കൂടെ കയറി കേട്ടോ. നിമിഷയ്ക്ക് കൊടുത്ത ചിക്കൻ നൂഡിൽസ് സൂപ്പ് ഭയങ്കര ഇഷ്ടം. അതിൻ്റെ കൂടെ കഴിക്കാനായിട്ട് അവൾ അതിൻ്റെ മുളക് ജാറ് എടുത്തുകൊണ്ടിരിക്കുവാണ് കേട്ടോ. മുളകെല്ലാം എടുത്തോടി, മേടിച്ചോണ്ട് കഴിക്കാം അല്ലേ. എന്ത് വിയറ്റ്നാമീസ് മേടിച്ചെന്ന് പറഞ്ഞാലും നിമിഷയ്ക്ക് തണ്ടോ ഇതും കൂടെ മേടിച്ചില്ലെങ്കിൽ സമാധാനമാകത്തില്ല കേട്ടോ. ഡ്യൂട്ടി ഒക്കെ കഴിഞ്ഞാലേ വല്ലപ്പോഴല്ലേ ഉള്ളൂ അല്ലേ നിമിഷ. കുഞ്ഞ് KFC മേടിച്ചു കേട്ടോ. ഒത്തിരി ഒന്നുമില്ല, 8-6 പീസ് ഉണ്ടല്ലേ. 6 കുഞ്ഞ് ബോൺലെസ് പീസാ മേടിച്ചു. അതുപോലെ രാത്രി 6 മണിക്ക് അങ്ങനെ കഴിച്ചതാ, കഴിച്ചിട്ടില്ല. ശരി, എനിക്ക് വിശക്കുന്നുണ്ട്. വീട്ടിൽ വന്ന് നിമിഷ ഫോ കഴിക്കാൻ തുടങ്ങി കേട്ടോ. നിമിഷ നീ കഴിക്കാൻ തുടങ്ങി, വിശക്കുന്നുണ്ടല്ലേ. ചിക്കൻ ഉണ്ട്, ചില്ലി ഇപ്പം നിമിഷം ആഡ് ചെയ്താണ് കേട്ടോ. അതുപോലെ തന്നെ കുറെ വെജിറ്റബിൾസ് ഉണ്ട്, നൂഡിൽസ് ഉണ്ട് അല്ലേ. സൂപ്പർ ടേസ്റ്റ് കേട്ടോ. അതാണ് മെയിൻ സംഭവം. ഞാനിപ്പോ ഈ ചില്ലി എക്സ്ട്രാ അല്ലെങ്കിൽ ഇച്ചിരി ഒരു ലൈറ്റ് കളറായിരുന്നു. ലൈറ്റ് കളർ ഞാൻ കാണിച്ചു തരാം. ലൈറ്റ് ഇതാണ്, ഇതുപോലെ ഇരിക്കും സാധനം. നല്ല നല്ല സുഖമായിട്ട് ഇത് കുടിച്ചു കഴിയുമ്പോഴത്തേക്ക് അല്ലേ, വയറിനൊക്കെ എന്നാ രസം, എന്നാ ഇതാണെന്നറിയോ. ഇരുന്ന് കഴിക്കുന്ന നിമിഷ, നിന്ന് കഴിക്കുന്ന വിശപ്പ് കാരണം നിമിഷയുടെ എരിഞ്ഞിരിക്കുകയാണ് കേട്ടോ. വയറ് എരിഞ്ഞിരിക്കുക. ജിമ്മിലെ വർക്കൗട്ട് കൂടെ കഴിഞ്ഞപ്പോഴത്തേക്കും മറുത്ത് കാണും അല്ലേ. അങ്ങനെ നമ്മുടെ വണ്ടി സർവീസൊക്കെ ചെയ്ത് കിട്ടിയിട്ടോ. വണ്ടി നല്ല കുട്ടപ്പനാക്കി അവരെ കഴുകി നല്ല അടിപൊളിയാക്കി തന്നെ ഇട്ടിട്ടുണ്ടായിരുന്നു. പക്ഷെ സർവീസ് കഴിഞ്ഞതിൻ്റെ ആ ഒരു പവറും ഒരു സ്മൂത്ത്നെസ്സും പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു എക്സ്പീരിയൻസ് ആണ് കേട്ടോ. സർവീസ് കഴിഞ്ഞു, അങ്ങനെ നമ്മുടെ വണ്ടി കൈ കിട്ടി. പിന്നെ എന്നോട് കുറേ പേര് ചോദിക്കുന്നുണ്ട് നമ്മുടെ വണ്ടി എങ്ങനെയുണ്ട്, പെർഫോമൻസ് എങ്ങനെയുണ്ട്, ഹാപ്പി ആണോ എന്നൊക്കെ കേട്ടോ. 100% ഹാപ്പിയാണ്, ഭയങ്കര ഹാപ്പിയാണ്, പറയാതിരിക്കാൻ പറ്റത്തില്ല. എടുക്കാൻ താല്പര്യമുള്ളവർക്ക് ധൈര്യമായിട്ട് എടുക്കാം കേട്ടോ, കണ്ടുമുട്ടി എടുക്കാം. ഞാനൊരു പമ്പിൽ വന്നാൽ ജസ്റ്റ് കുറച്ച് പെട്രോളും കൂടെ അടിച്ചിട്ട് പിന്നെ നമുക്ക് മെറുക്കുട്ടനെ വിളിച്ചോണ്ട് നേരെ വീട്ടിലേക്ക് പോകാം കേട്ടോ. എൻ്റെ അമ്മ കളറി കുളിച്ച് വരുന്നുണ്ട് ഒരുത്തി. ഇതാരടി ഇത്? Look at you, Mira. What's happening? What is this? Mira's best friend, Skyla. Hey, Mira. She best friend? Okay. Bye, Skyla. Bye. Mira, നിന്നെ എങ്ങനെ ഞാൻ എന്റെ വണ്ടി കയറ്റി കഴുകി കുട്ടപ്പനാക്കി കൊണ്ടുവന്ന വണ്ടിയാ. കോലം കണ്ടോ മീരയുടെ? Bye. Okay, thank you. എന്നതാണോ ഇറങ്ങി എടി നീ പറ്റിക്കാതെ. ഞാൻ ഇറങ്ങണോ? നീ കുളിച്ച് റെഡി ആയിട്ടിരിക്കും അല്ലേ? കുഴപ്പമില്ല, പയ്യെ പൊക്കി അങ്ങ് എടുത്താൽ മതി. പൊക്കി എടുത്താൽ മതി. നേരെ കൊണ്ട് എവിടെയെങ്കിലും കൊണ്ട് ഇട്ടു, ടബിലോ. എന്റെ ദൈവമേ, ഇത് കൊള്ളാം. ഞാൻ പോലിങ്ങനെ ഹോളി ആഘോഷിച്ചു. ഞാൻ ഇതുവരെ ഹോളി ആഘോഷിച്ചു. അങ്ങനെ നിമിഷമൊക്കെ റെഡി ആയിട്ടുണ്ട്. മെരക്കൊട്ടിനെ കുളിപ്പിച്ച് നല്ല സുന്ദരി കുട്ടിയായിട്ട് ഞങ്ങൾ എടുത്തിട്ടുണ്ട്. ഹായ് ബാർബി ഗേൾ. ഹലോ. ഉടുപ്പ് ആരുടെയാന്ന് പറഞ്ഞു കൊടുത്തിട്ട്. ആരുടെ ഉടുപ്പ് അത്? ബാബിരിയാണോ? സുന്ദരി പാവാട. ആരുടെ ബർത്ത്ഡേ പാർട്ടിക്ക് പോകുന്നേ? ആഞ്ചലോടെ ബർത്ത്ഡേ പാർട്ടിക്ക് പോകട്ടെ. മെരക്കോട്ട് നല്ല സുന്ദരിയായിട്ട് ഡ്രസ്സൊക്കെ മാറി നിൽപ്പുണ്ട്. ഇതാട്ടോ നമ്മള് ഗിഫ്റ്റ് നമ്മുടെ ആഞ്ചല കുട്ടിനും ഇത് നമ്മുടെ ന്യൂ ബേബിക്കും കേട്ടോ. നമ്മള് നീല മാച്ച. പയ്യെ ഇറങ്ങിയാലോ? ഒരു പാട്ടൊക്കെ പാടി പയ്യെ ഇറങ്ങിയാൽ കേട്ടോ. വീഡിയോ വൈൻഡപ്പ് ചെയ്യാൻ കേട്ടോ. ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമന്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. റിവൂട്ടൻ കുറച്ച് കഴിയുമ്പോൾ വരും കേട്ടോ. ഒരു 2-3 മാസം കഴിയുമ്പോൾ നമ്മുടെ റിവൂട്ടൻ വരും കേട്ടോ. പപ്പയുടെ അമ്മയുടെ കൂടെ അടിച്ച് പൊളിക്കുകയാണ്. നമ്മുടെ വീട്ടിലൊക്കെ എല്ലാവരും കണ്ടിട്ടുണ്ട്. നമ്മുടെ റിവൂട്ടൻ സുഖമായിട്ടൊക്കെ ഇരിക്കുന്നു, മിടുക്കനായിട്ടൊക്കെ ഇരിക്കുന്നു. അവൻ ഭയങ്കര ഹാപ്പിയാണ്. ഇപ്പൊ മുടിയൊക്കെ വെട്ടി കേട്ടോ. നല്ല മുടിയായിട്ട് എവിടുന്ന് പോയത്. ഇപ്പൊ മുടിയൊക്കെ വെട്ടി, കാരണം അവിടെ ഭയങ്കരമായിട്ട് വേർക്കുന്നുണ്ടേ. മുടിയൊക്കെ വെട്ടി വേറൊരു ലുക്കായി ആശാൻ. പക്ഷേ ഒരു ക്ഷീണം ഉണ്ടായിരുന്നു കൊച്ചിനെ. ഇവിടുന്ന് ഭയങ്കര പനിയായിരുന്നു കേട്ടോ. നമ്മുടെ കഴിഞ്ഞ വീഡിയോയിൽ കുറച്ചുപേര് കമന്റ് ചെയ്തിട്ട് അവനൊന്നും ആക്റ്റീവ് അല്ലാത്ത സിവിയർ പനി കഴിഞ്ഞിട്ട് പോയതാണ്. പനി കഴിഞ്ഞ് ഭയങ്കര ക്ഷീണവും ഒക്കെ ആയിരുന്നു. അപ്പൊ ആ സമയത്താണ് ഇത്. മമ്മി കുറച്ച് നാൾ മുമ്പ് എടുത്ത വീഡിയോ ആണ് കേട്ടോ. ഈ അടുത്താണ് മമ്മി ഇട്ടതെന്നേ ഉള്ളൂ. അവൻ ആ വന്ന സമയത്ത് എടുത്ത വീഡിയോ. അതാണ് നിങ്ങൾക്ക് അങ്ങനെ തോന്നിയത് കേട്ടോ. അവൻ ആ വയ്യാതെ ഇരിക്കുന്നോടെ ആയിരുന്നു.
ഇപ്പൊ നല്ല മിടുക്കനായി സുഖമായിട്ടൊക്കെ ഇരിക്കുന്നു. അതെ അതെ. ഇപ്പൊ പോട്ടി ട്രെയിനിങ് ഒക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഉടനെ നമുക്ക് കൊണ്ടുവന്നെ. നിമിഷം ഒരു കാര്യം കാണിക്കാൻ മറന്നേ, നല്ല മസാല ചായ നമ്മൾ കാണിച്ചില്ലല്ലോ. സൂപ്പർ ചായ. ഞാനൊരു മസാല ചായ കൊച്ചിനെ കുളിപ്പിച്ച സമയത്ത് ഞാനൊരു മസാല ചായ ഇട്ട് കേട്ടോ. എന്താന്നറിയില്ല, ചായ ഞങ്ങൾ അങ്ങനെ വൈകിട്ട് അങ്ങനെ ചായ കുടിക്കാറില്ല. എന്തെങ്കിലും സ്പെഷ്യൽ ഡേയ്സിൽ ഞങ്ങളെ കുടിക്കാറുള്ളൂ. ചിലപ്പോഴും നമുക്ക് അങ്ങനെ ഇരിക്കുമ്പോൾ തോന്നുമ്പോൾ ഒരു ചായ ഉണ്ട്. പക്ഷെ ഞങ്ങൾ അതിനുവേണ്ടി ഒരു മസാല ചായയുടെ ഒരു പൊടി മേടിച്ച് വെച്ചിട്ടുണ്ട്. എനിക്ക് സാധാരണ ചായ ഇഷ്ടമല്ല, മസാല ചായ ഇഷ്ടമല്ലാത്തതാണ് കേട്ടോ. പക്ഷേ ഈ ചായ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. സൂപ്പർ ചായ. കുറച്ച് പൊന്ന് മേടിച്ചു. അതിന് വേണ്ടിട്ട് ഞാൻ മനസ്സറിഞ്ഞ് പാടിയതാ. വേണമെങ്കിൽ കൈ നീട്ടി വെച്ചേക്കാം. തോന്നി പാടി കേട്ടപ്പോൾ തോന്നി. സൂപ്പർ പാട്ടാണ് കേട്ടോ. വീഡിയോ വൈൻഡപ്പ് ചെയ്തേക്കാം അല്ലേ? വീഡിയോ വൈൻഡപ്പ് ചെയ്യാൻ കേട്ടോ. നേരത്തെ പറഞ്ഞ പോലെ ഞങ്ങളുടെ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അടുത്ത ദിവസം നല്ലൊരു വീഡിയോ ആയിട്ട് വരും. അതുവരെ എല്ലാവർക്കും നിമിഷം ബൈ.